പുൽവാമയിൽ കിട്ടിയത് ബാലാക്കോട്ടിൽ തിരിച്ചുകൊടുത്ത് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. ഇന്ന് പുലർച്ചെ 3:30-യോടെയാണ് പാക് മണ്ണിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കിയ ഇന്ത്യയുടെ രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക്. അത്യാധുനിക പോർ വിമാനങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. മിറാഷ് 2000 ലേസർ ഗൈഡഡ് ബോംബുകൾ എന്നിവയാണ് ഉപയോഗിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മിറാഷ് 2000 പോർ വിമാനത്തിൽ നിന്ന് ലേസർ നിയന്ത്രിത ബോംബുകൾ വർഷിക്കാനുള്ള ശേഷിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കാർഗിലിൽ ഇന്ത്യ വിജയക്കൊടി നാട്ടിയപ്പോൾ സേനയെ ഏറെ സഹായിച്ചത് ലേസർ നിയന്ത്രിത ബോംബുകളായിരുന്നു. ഇസ്രായേലിൽ നിന്നും ഇറക്കുമതി ചെയ്ത ലേസർ നിയന്ത്രിത ബോംബുകളാണ് അന്നും ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയത്. പാക് ബങ്കറുകളും പോസ്റ്റുകളും നിമിഷങ്ങൾക്കകം തകർക്കാൻ ഇസ്രായേലിൽ നിന്നെത്തിയ സാങ്കേതിക സംവിധാനങ്ങളും ആയുധങ്ങളും ഇന്ത്യയെ വേണ്ടുവോളം സഹായിച്ചു. എന്നാൽ അന്ന് കടമായി വാങ്ങിയ മിക്ക ആയുധങ്ങളും ഇന്ന് ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു. DRDO വികസിപ്പിച്ചെടുത്ത് പരീക്ഷിച്ച് വിജയിച്ച ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് എന്നും മുതൽക്കൂട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ലേസർ നിയന്ത്രിത ബോംബ്. ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളുടെ കൈവശവും ലേസർ നിയന്ത്രിത ബോംബുകളുണ്ട്. യുദ്ധഭൂമിയിൽ വൻ നാശം സൃഷ്ടിക്കാൻ ശേഷിയുള്ള ലേസർ ബോംബുകൾ 1960-ൽ അമേരിക്കയാണ് ആദ്യമായി വികസിപ്പിച്ചെടുക്കുന്നത്. പിന്നീട് റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളും ലേസർ ബോംബുകൾ നിർമ്മിച്ചു. വർഷങ്ങൾക്ക് ശേഷം 2013-ൽ ഇന്ത്യയും ലേസർ ബോംബ് നിർമ്മിച്ചു, പരീക്ഷിച്ചു, വിജയിച്ചു. പേര് സുദർശൻ. 2006-ലാണ് ലേസർ നിയന്ത്രിത ബോംബ് സുദർശന്റെ ഡിസൈൻ തയ്യാറാകുന്നത്. പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷമാണ് ബോംബ് പരീക്ഷണം പൂർത്തിയാക്കി വ്യോമസേനയ്ക്ക് കൈമാറിയത്. ഭാരത് ഇലക്ട്രോണിക്സ് ആണ് സുദർശൻ നിർമ്മിക്കുന്നത്. 450 കിലോഗ്രാം ഭാരമുള്ള ബോംബ് ഏകദേശം 9 കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ പ്രയോഗിക്കാൻ സാധിക്കും. 2010-ൽ 2 തവണ പരീക്ഷണം നടത്തി വിജയിച്ച ബോംബാണ് സുദർശൻ. MiG-27, ജാഗ്വർ, സുഖോയ് 30, മിറാഷ്, മിഗ് എന്നീ പോർ വിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാൻ സാധിക്കുന്നതാണ് സുദർശൻ ബോംബ്. GPS-ന്റെ സഹായത്തോടെ ലേസർ വഴി നിയന്ത്രിക്കാൻ ശേഷിയുള്ള സുദർശൻ ശത്രുക്കളുടെ പേടി സ്വപ്നം തന്നെയാണ്. 2013-ൽ 50 സുദർശൻ ബോംബുകൾ നിർമ്മിച്ചു നൽകാനാണ് വ്യോമസേന ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിലും മികച്ച ലേസർ നിയന്ത്രിത ബോംബുകളുടെ നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയാണ് ADE. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seenat Silks and Sarees, Metro Plaza, Thiru Road, Kottakkal.